കാസർഗോഡ് കാറെടുക്ക സഹകരണ തട്ടിപ്പിൽ പണം നഷ്ടമായ എൻഡോസൾഫാൻ ബാധിതയ്ക്ക് പണം തിരികെ നൽകി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സൊസൈറ്റി അധികൃതർ പണം നൽകിയത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനൻ ടിവിയാണ്. ദുരിതബാധിതരെ പോലും വെറുതെ വിടാതെ തട്ടിപ്പ് നടത്തുന്ന ഈ ഒരു രീതി, അതിനുശേഷം ഇപ്പോൾ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു, അധികൃതർക്ക് പണം തിരികെ നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, ജനൻ TV വാർത്തയാണ് ഇവരുടെ ദുരവസ്ഥ ആദ്യം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാറെടുക്ക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ നിക്ഷേപമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണിത്. ഈ സൊസൈറ്റിയിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത്. ഏകദേശം 4,76,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ സൊസൈറ്റി സെക്രട്ടറി രതീഷിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് എൻഡോസൾഫാൻ ദുരിതബാധിതയായ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷ്മി പണമെടുക്കുവാൻ ബാങ്കിൽ ചെന്നപ്പോൾ അവർ ആവശ്യപ്പെട്ട തുക ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ വെറും 5,000 രൂപ കൊടുത്ത് മടക്കി അയക്കുന്ന ഒരു ദുരവസ്ഥയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. എപ്പോഴാണ് പണം ലഭ്യമാവുക എന്ന ചോദ്യത്തിനുടൻ തന്നെ നിങ്ങൾക്ക് പണം ലഭിക്കുമെന്ന മറുപടി മാത്രമാണ് ബാങ്ക് പറഞ്ഞിരുന്നത്. ഈ വാർത്തയാണ്, ഇവരുടെ ദുരിതമാണ് ജനൻ TV റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടർ K ഇമ്പശേഖരന്റെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിൽ നിക്ഷേപിച്ച തുക ലഭ്യമാക്കിയത്. നേരിട്ട്, അതായത് ബാങ്കിലെ അധികാരികൾ നേരിട്ടെത്തിയാണ് ഇവർക്ക് ഈ 1,00,000 രൂപയുടെ ചെക്ക് കൈമാറിയത് എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം, അതായത് അവരുടെ കയ്യിലുള്ള പണമാണ് സമ്പാദ്യമായി ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. അത് എത്രത്തോളം സുരക്ഷിതമായി ആയിരിക്കാം ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുക. അത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, കല്യാണം അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിച്ച ആളുകളുണ്ട്. അത്തരത്തിലാണ് ലക്ഷ്മി സഹോദരി, എൻഡോസൾഫാൻ ബാധിതയാണ് സഹോദരി. ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണത്തിനായി അവിടെ എത്തിയത്. എൻഡോസൾഫാൻ ഡെപ്യൂട്ടി കളക്ടർ P സുർജിത്ത്, ഹെഡ് ക്ലർക്ക് സജിത് S നായർ എന്നിവരാണ് ചികിത്സയ്ക്ക് ആവശ്യമായ തുക ലഭ്യമാകാൻ അടിയന്തര ഇടപെടൽ നടത്തിയത്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അധികൃതർ നേരിട്ടെത്തി ലക്ഷ്മിക്ക് 1,00,000 രൂപ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ജനൻ TV വാർത്തയ്ക്ക് പിന്നാലെ നടപടി എത്തിയിരിക്കുകയാണ്. കാറെടുക്ക സഹകരണ തട്ടിപ്പിൽ നഷ്ടമായ എൻഡോസൾഫാൻ ബാധിതയ്ക്ക് ഇപ്പോൾ പണം തിരികെ നൽകിയിരിക്കുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അധികൃതർ പണം തിരികെ നൽകിയത്. ദിസ്നയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.